IRGC ലോകരാജ്യങ്ങളോട് പണം ആവശ്യപ്പെടുകയാണ്. അതായത് ചുങ്കപ്പിരിവ് ഇറാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് വലിയ പ്രശ്നത്തിലേക്ക് നയിക്കില്ലേ? അല്ല, അത് എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധം ഒരവസരമായി എടുത്തിട്ട് ഹോർമീസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ചുങ്കം പിരിച്ച് ചുളിവിൽ കാശുണ്ടാക്കണം എന്നാണ് ഇറാൻ്റെ ആഗ്രഹം. അങ്ങനെ ഇറാൻ മാത്രം അത് പിരിച്ചാൽ പോരാ, ഞങ്ങൾക്ക് കൂടി അതിൻ്റെ ഷെയർ കിട്ടണം എന്നാണ് അമേരിക്ക. ഇതാണ് പ്രശ്നം. ഇവർ തമ്മിലുള്ള ആശയപരമായുള്ള അഭിപ്രായ വ്യത്യാസം ഇവിടെയാണ് കിടക്കുന്നത്. അമേരിക്കയ്ക്ക് രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ ചുങ്കത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം വേണം. ആ ചുങ്കത്തിൻ്റെ കാര്യം തീരുമാനിക്കുമ്പോൾ നിങ്ങൾ പണം പിരിക്കുകയും ഞങ്ങൾക്ക് അതിൻ്റെ ഷെയർ വേണം എന്ന് പറയുന്നതാണ് ഒരു കാര്യം. അപ്പോൾ അതായത് എൻറ്റയർ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് പോകുന്ന എണ്ണ, ആ എണ്ണക്കപ്പലുകൾ പോകുമ്പോൾ അതിൻ്റെ പണം ഇറാന് കിട്ടണം. ഇറാന് മാത്രമായിട്ട് കിട്ടണമെന്ന് ഇറാൻ, അതല്ല അമേരിക്ക കൂടി അതിൻ്റെ ഒരു വിഹിതം വേണമെന്ന് അമേരിക്ക. ഇതാണ് ഇവർ തമ്മിലുള്ള ഒരഭിപ്രായ വ്യത്യാസം. രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് അറിയാമോ? രണ്ടാമത്തെ അഭിപ്രായ വ്യത്യാസം, ഇവർ അവരുടെ ന്യൂക്ലിയർ വെപ്പൺ, അണുവായുധം, ആ സമ്പുഷ്ട യുറേനിയം ഇനി ഇറാനിലുണ്ടാകാൻ പാടില്ല. അത് ഇറാനിൽ ഉണ്ടാകുന്ന ഒരു കാര്യത്തെയും ഇവർ അംഗീകരിക്കില്ല. ഇന്നത്തെ നിങ്ങൾ ചോദിക്കും ഇസ്രയേലിൻ്റെ പങ്ക് എന്താണെന്ന്. ഇസ്രയേലിന് ഇറാനല്ല പ്രശ്നം. ഇസ്രയേൽ ഇതിനിടയിൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ലെബനിൽ നിന്ന് കുറേയേറെ പ്രദേശം ഇപ്പോൾ കീഴടക്കി കഴിഞ്ഞു. അതെല്ലാം അവരുടേതാക്കി. ഇനി അവിടെ എല്ലാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുകൊണ്ടും ജൂതന്മാരെ കുടിയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് താല്പര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഏർപ്പെട്ടിരിക്കുന്ന 3 പേർക്കും ലാഭം മാത്രമാണ് ലക്ഷ്യം. ബാക്കി ലോകരാജ്യങ്ങളെല്ലാം ഈ 3 വിഭാഗത്തിൻ്റെ ആർത്തിക്ക് കൊടുക്കുന്ന വിലയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കാൻ പോകുന്ന ഗൾഫ് രാജ്യങ്ങൾക്കുമാണ്. കാരണം അവരുടെ എണ്ണക്കപ്പലുകൾ മുഴുവൻ ഇതുവഴിയാണല്ലോ വരുന്നത്. അവർക്ക് എണ്ണയാണ് പ്രധാനമായിട്ടുള്ളത്. ആ എണ്ണക്കപ്പലുകൾ മുഴുവൻ ഇതുവഴിയാണ് വരുന്നത്. അപ്പോൾ ഇതുവഴി വന്നു പോകുന്ന എണ്ണക്കപ്പലുകളിൽ നിന്ന് അതിങ്ങനെ പോകുമ്പോൾ ഒരു പൈസ മുടക്കാതെ പണം കിട്ടുന്നതിന് വേണ്ടിയുള്ളൊരു സംവിധാനമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുമ്പാണെങ്കിൽ കപ്പലുകൾ പോകുന്ന സമയത്ത് അവിടെ പോയിട്ടൊരു അതിനൊരു സംവിധാനം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതൊന്നും വേണ്ട, ഓൺലൈനായിട്ട് മതി. അപ്പോൾ ഓൺലൈനിൽ ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കുന്നതിന് വേണ്ടി നടത്തുന്നൊരു കാര്യമാണ്. ഇതാണ് ഈ യുദ്ധത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കാരണം. ഇനി അമേരിക്കക്കാർ ഇതിനെതിരായിരിക്കുമോ? അതാണ് അടുത്ത ചോദ്യം. അവർക്ക് പണം കിട്ടണമല്ലോ. അമേരിക്ക ഇന്ന് വരെ ഒരു കാരണവശാലും അമേരിക്കക്ക് കിട്ടുന്ന ചില്ലറ വേണ്ട എന്ന് വെച്ചിട്ടില്ല. അമേരിക്കയുടെ താല്പര്യത്തിനപ്പുറത്തേക്ക് ഒരു അമേരിക്കൻ പ്രസിഡൻറ്റും ഒരു അമേരിക്കൻ കക്ഷിയും പോകുകയില്ല. അപ്പോൾ ഇങ്ങനെ ട്രംപ് ഇത് വരികയും അതൊരു എഗ്രിമെൻ്റ് ഉണ്ടാകുകയും അതിൽ നിന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ ഒരു വർഷം കിട്ടുകയും ചെയ്യുന്നൊരു കാര്യം അമേരിക്കക്ക് ഇഷ്ടമാണ്, അമേരിക്കക്കാർക്ക് ഇഷ്ടമാണ്. പിന്നെ അമേരിക്കക്ക് ഇതോടൊപ്പം മനുഷ്യാവകാശവും മറ്റെന്താണ് ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഇതൊക്കെ പറയണം. അതിന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് പേരെ അമേരിക്ക തന്നെ അവിടെ വളർത്തുന്നുണ്ട്. ഈ ചോംസ്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ അവരിങ്ങനെ ഇടയ്ക്കിടെ ചില സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഇറക്കും. അമേരിക്ക തന്നെ അതെല്ലാം പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. കാരണം അവർ തന്നെ ഇറക്കിക്കോട്ടെ. പക്ഷേ ഇവരിതൊക്കെ തെറ്റാണെന്ന് പറയും എന്നല്ലാതെ ഇവരാരും കാര്യമായ രീതിയിൽ അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായൊരു കാര്യം ചെയ്യാൻ അവരിന്ന് വരെ പരിശ്രമിച്ചിട്ടില്ല, ഈ വിപ്ലവകാരികളൊക്കെ. പിന്നെ അമേരിക്കയെ കർശനമായി താക്കീത് ചെയ്തുകൊണ്ട് മക്കളെ അമേരിക്കയിലേക്ക് കുടിയേറ്റം നടത്തിക്കൊണ്ടും മക്കൾക്ക് അവിടെ സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടും ജീവിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. അവരിടക്കിടക്ക് അമേരിക്കയെ താക്കീത് ചെയ്യും. ആ താക്കീത് ഇവർ അറിയുന്ന കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അമേരിക്കയെ താക്കീത് ചെയ്യുന്നു എന്നറിയുന്ന ആ നിമിഷം അമേരിക്ക ഞെട്ടിവിറക്കും. ഞെട്ടിവിറച്ചു കഴിഞ്ഞാൽ പിന്നെ കുറേ കാലത്തേക്ക് അവർക്ക് പനി പിടിക്കും. അവർ വേറെ ഒന്നും ചെയ്യില്ല, കാരണം ഇവർ എതിർപ്പാണല്ല. ഇതാണ് ഇതിനകത്തുള്ള വസ്തുത. ബാക്കിയൊക്കെ പുറമേ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാണ്.
എപ്പോഴും യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും. അതല്ലാതെ ഒരു ധാർമ്മിക പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി യുദ്ധം ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. യഥോ ധർമ്മ സ്തതോ ജയ എന്ന് കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ 18 ദിവസവും കേട്ടിരുന്ന വായ്ത്താരിയാണ്. പക്ഷേ യുദ്ധം ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി ആയിരുന്നില്ല, യുദ്ധം രാജ്യം കിട്ടാൻ വേണ്ടിയായിരുന്നു. രാജ്യം കിട്ടാൻ തങ്ങൾക്ക് അർഹമായ തങ്ങളുടെ രാജ്യം തങ്ങൾക്ക് കിട്ടണം എന്നുള്ളത് തന്നെയാണ് പാണ്ഡവരുടെ കാര്യം. കൃഷ്ണൻ പറഞ്ഞത് അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ്, പക്ഷേ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. സത്യം മാത്രം പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ധർമ്മപുത്രർക്ക് നുണ പറയേണ്ടി വന്നു. ഗുരുവിനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടും പിതാമഹൻ്റെ മുന്നിൽ പിതാമഹൻ ആയുധം വെച്ച സമയത്ത് പിതാമഹനെ കൊല്ലേണ്ടി വന്നു. പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? കൃഷ്ണനോട് ചോദിച്ചു, ഇപ്പം എന്ത് ചെയ്യും, ഇപ്പം കൊന്നില്ലെങ്കിൽ പിന്നെ കൊല്ലാൻ പറ്റില്ല, ആയുധം എടുത്ത അയാൾ നിൽക്കുകയാണെങ്കിൽ നിൻ്റെ കാര്യം പോക്കാണെന്നാണ് പറഞ്ഞത്. ആയുധം എടുത്ത് ഇത് തന്നെയാണ് ദ്രോണരുടെ അടുത്തും പറഞ്ഞത്. അങ്ങനെ എല്ലാ യുദ്ധ നിയമങ്ങളും യുദ്ധത്തിൻ്റെ ധാർമ്മികതയും ലംഘിച്ചുകൊണ്ട് പര്യവസാനിച്ച യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. ആയുധമില്ലാത്തവനെ കൊല്ലാൻ പാടില്ല, ആയുധം നഷ്ടപ്പെട്ടവനാ കൊന്നു. തേര് ചെളിയിൽ പൂണ്ട് നിൽക്കുകയാണെങ്കിൽ അവനെ കൊല്ലരുത്, കൊന്നു. പിന്നെ തിരിഞ്ഞോടുന്നവനെ കൊല്ലരുത്, കൊന്നു. ഗദായുദ്ധത്തിൽ തുടക്കടിച്ച് കൊല്ലരുത്, കൊന്നു. എല്ലാം ഇത് തന്നെയാണ്. ഏതൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ. പിന്നെ വേറൊരു കാര്യമുണ്ട്, കാലാൾ കാലാളിനോട്, കുതിര കുതിരയോട്, ആന ആനയോട്, രഥം രഥത്തോട്, അങ്ങനെ വേണം യുദ്ധം ചെയ്യാമെന്നുണ്ടായിരുന്നു. ഇതൊക്കെ ലംഘിച്ചു. ഇതെല്ലാ നിയമവും ഒരുമിച്ച് ലംഘിച്ചത് അഭിമന്യുവിനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. പിതാമഹനും ഗുരുക്കന്മാരും എല്ലാവരും ഒത്തുചേർന്നിട്ടാണ് ആ കൊച്ചുമകനെ കൊന്നത്. അപ്പോൾ യുദ്ധത്തിൽ ധർമ്മം എന്ന് പറയുന്നത് ധാർമ്മിക യുദ്ധം എന്നൊന്നില്ല, ലോകത്തുണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമെന്ന് കരുതാനും നിർവാഹമില്ല. ഇപ്പോഴും അതില്ല. ഇടക്കിടക്ക് പിന്നെ ഇത് യുദ്ധത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടും എന്നുള്ളത് യുദ്ധത്തിൻ്റെ ഒരു അനിവാര്യമായ നിയമമാണ്. നിരപരാധികൾ കൊല്ലപ്പെടും, നിരപരാധികൾ കൊല്ലപ്പെട്ടേ എന്ന് ഇവർ വിളിച്ചു. അതിനപ്പുറത്തേക്ക് എന്തുണ്ട്? എല്ലാ യുദ്ധത്തിലും ഇത് തന്നെയാണ്. ഒരു യുദ്ധവും ഒന്നും നേടിയിട്ടില്ല എന്ന് പറയും, അത് ശരിയാണ്. പക്ഷേ എല്ലാം നേടുന്നതിന് വേണ്ടി വീണ്ടും യുദ്ധം ചെയ്യും എന്നുള്ളതും വേറൊരു ശരിയാണ്. അപ്പോൾ അമേരിക്കയും ഇറാനുമായി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധത്തിൽ ലാഭമാണ് രണ്ടുപേരുടെയും ലക്ഷ്യം. രണ്ടു പേർക്കും ലാഭം കിട്ടുന്ന ഒത്തുതീർപ്പുകളിൽ രണ്ടുപേരും സമ്മതിക്കും. ഇപ്പം ഈ നാളെ ഇറാൻ പറയാണ്, പിഴിക്കുന്ന ഡോളറിൻ്റെ ഇത്ര ശതമാനം നിങ്ങൾക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. കാരണം അമേരിക്കക്ക് വിശേഷിച്ച് ഒരു ചിലവുമില്ലാതെ ഇറാൻ്റെ അതിലൂടെ ഒരു കപ്പൽ കടന്നു പോകുന്നതിന് കാശ് പിരിക്കുകയാണ്. ഇല്ലേ, തിരുവിതാംകൂറിൻ്റെ ഒരു കഥയുണ്ട്. തിരുവിതാംകൂറിൽ ഒരു ഉദ്യോഗസ്ഥൻ ഭയങ്കര കൈക്കൂലിക്കാരനായി കഴിഞ്ഞപ്പോഴേക്കും ഇവനെ ഒരു നിവൃത്തിയില്ലാത്ത രീതിയിൽ രാജാവ് കൊണ്ട് ഇവനെ തിരയെണ്ണാൻ വേണ്ടി കൊണ്ടേയിരുത്തി അവിടെ നിന്ന് കാശ് പിരിച്ചു എന്നാണ് പറയണത്, കൈക്കൂലി. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. ഇതുകൂടി കപ്പൽ ഇതുപടി ഒരു കപ്പൽ പോകുന്നില്ല, അങ്ങനെ ഇത്ര ആയിരക്കണക്കിന് കപ്പലുകൾ പോകുന്നു, അതിൽ നിന്ന് കാശ് കിട്ടുന്നു. അപ്പോൾ എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞാലേ ഇത് ഒരു പൈസ ചിലവില്ലാതെ കിട്ടുന്നതല്ലേ, ഗുണ്ടാപ്പിരിവല്ലേ. ആ ഗുണ്ടാപ്പിരിവ് നടത്താൻ വേണ്ടി ഇവരെല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നും ഈ ലാഭത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലിനി എങ്ങനെ കോംപ്രമൈസ് വളരെ ലളിതമാണ്. ഇതിൻ്റെ കാര്യത്തിലൊരു കോംപ്രമൈസ് ആകണം. പക്ഷേ ഒരു കാര്യമുണ്ട്, സമ്പുഷ്ട യുറേനിയം ഇറാനിൽ സൂക്ഷിക്കാൻ അമേരിക്ക സമ്മതിക്കില്ല. അത് ലോകത്ത് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട.
കാരണം സമ്പുഷ്ട യുറേനിയം സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഇറാൻ അമേരിക്കയുടെ സാമ്പത്തിക താല്പര്യങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും ഇടപെടാം. സമ്പുഷ്ട യുറേനിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണവായുധങ്ങളുടെ ശേഷി വന്നു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങൾക്ക് ഇന്ന് അമേരിക്കയ്ക്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക സഹായം കിട്ടാതെയാവും. ഇപ്പോഴെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഗൾഫ് രാജ്യങ്ങളുടെയും സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയ്ക്ക് കപ്പം കൊടുത്തിട്ടാണ് ഇവർ സൈന്യത്തെയും നിർത്തി സുരക്ഷ ഉറപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഇപ്പോൾ നാളെ ഇറാൻ വന്നു കഴിഞ്ഞാൽ ഇറാൻ ഏറ്റെടുക്കാമല്ലോ ഇത്. അതെ. ഇനി അതല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇത് ഇരിക്കുന്നുണ്ട്, അപ്പോൾ ഒരു കുറച്ച് അമേരിക്കയും കൊടുത്ത് കുറച്ച് ഞങ്ങൾക്കും തരാമെന്നും പറഞ്ഞിട്ട് ഒരു ബാർഗെയിൻ ചെയ്യാം, വിലപേശാം. അപ്പോൾ അതുകൊണ്ട് ഈ സമ്പുഷ്ട യുറേനിയത്തിൻ്റെ ആധിപത്യമുള്ള ഒരു ഇറാനെ അംഗീകരിച്ചുകൊണ്ട് യുദ്ധം അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ യുദ്ധം അമേരിക്ക ഇനിയിപ്പോൾ ഇങ്ങനെ പിരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ഒന്നുകിൽ പൈസ കൊടുക്കണം, ഇല്ലെങ്കിൽ അവർ യുദ്ധത്തിലേക്ക് തിരിച്ചു വരും. അപ്പോൾ വ്യാപകമായ നാശനഷ്ടം ഉണ്ടാകും. അതിന് അമേരിക്കക്ക് എന്താ പ്രശ്നം? നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്കയുടെ മണ്ണിൽ യുദ്ധം ഉണ്ടാ? ഇല്ല. പിന്നെന്താ? ഇസ്രായേൽ അപ്പോൾ ഇടപെടും. ഇസ്രായേൽ എന്ത് ചെയ്യാനായിട്ട്? ഇസ്രായേലിന് ഇതിൽ എന്താണ്, ഈ ഇറാൻ്റെ ഹോർമ്യൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പൽ ചുങ്കം പിരിച്ചാലെന്ത്, പിരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് എന്ത്? അതല്ല ഇസ്രായേലിൻ്റെ കാര്യം. ഇസ്രായേൽ ഈ തക്കം നോക്കിയിട്ട് ഇപ്പം ആരെങ്കിലും പലസ്തീനെ കുറിച്ച് കേൾക്കുന്നുണ്ടോ? ഇല്ല. തീർന്നില്ലേ? തീർന്നു. ഏതാണ്ട് ആ പലസ്തീൻ പ്രദേശം മിക്കവാറും ആരുടെ കയ്യിലായി? ഇസ്രായേലിൻ്റെ കയ്യിലായി. അപ്പോഴാണ് ഇറാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ ഈ ലെബനനിൽ ഇറാൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക ശിങ്കിടി വൃന്ദത്തെ ഉണ്ടാക്കി, പ്രോക്സി ഉണ്ടാക്കി. അതാണ് ഹിസ്ബുള്ളയെ വെച്ചുകൊണ്ട് ലെബനനെ ആക്രമിച്ചുകൊണ്ട് അവരെന്ത് ചെയ്ത് ആ പ്രദേശം മുഴുവൻ അവരുടെ ആക്കി വെയിൽ കെട്ടിക്കഴിഞ്ഞു. അവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇഞ്ചി കൃഷിഭൂമിയാക്കാനും അവിടെ എല്ലാം കൊണ്ടേ ഈ ജൂതന്മാരെ കുടിയിരുത്താനും പോവുകയാണ്. അതാണ് ഇവരുടെ താല്പര്യം. അതല്ലാതെ ലോകത്ത് സമാധാനം വരുത്തണമെന്നോ ലോകത്ത് ചൂഷണം അവസാനിപ്പിക്കണമെന്നോ ഒന്നും ആർക്കും താല്പര്യമില്ല. പിന്നെ അമേരിക്കയ്ക്ക് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ മണ്ണിലേക്ക് യുദ്ധം എത്തുന്നില്ല. യുദ്ധം എത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലാണ്. ഗൾഫ് രാജ്യങ്ങളിൽ യുദ്ധം ഉണ്ടെങ്കിൽ ആ ലാഭം ആർക്കാണ്? അമേരിക്കക്കല്ലേ. കൂടുതൽ ആയുധങ്ങൾ കൊടുക്കാം, കൂടുതൽ കാശ് പിരിക്കാം. അങ്ങനെ ആകെ മൊത്തം അമേരിക്ക ലാഭത്തിന് വേണ്ടി ചെയ്യുന്ന ഒരേർപ്പാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.